നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ആരോഗ്യരംഗത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു മേഖലയായി വളർന്നിരിക്കുകയാണ് ഈ മയക്കൽ പ്രക്രിയ അഥവാ അനസ്തേഷ്യ. ചെറുതും വലുതുമായ ശസ്ത്രക്രിയകൾ ഏതുമാകട്ടെ, അനസ്തേഷ്യ നൽകാതെ ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് ഇന്നത്തെ അവസ്ഥ. അനസ്തേഷ്യ നൽകുന്നു എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ എല്ലാവരും, ചിലർ അത് അനുഭവിച്ചിട്ടുമുണ്ടാവും. അനസ്തേഷ്യ നൽകുന്നതിലൂടെ രോഗി മയങ്ങിപ്പോകുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷമായിരിക്കും രോഗിയുടെ ബോധം തിരിച്ചു കിട്ടുന്നത്. എന്നാൽ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ അത് വളരെയധികം ശ്രദ്ധയോടെ വേണം. ഏതു തരത്തിലുള്ള അനസ്തേഷ്യയിലും അപകടങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം മുൻകരുതലുകൾ എപ്പോഴും അനസ്തേഷ്യ നൽകുന്നതിന് മുൻപ് വിദഗ്ധർ നൽകുന്നുണ്ട്. ഇപ്പോഴിതാ കാതുകുത്താനായി അനസ്തേഷ്യ നൽകി 6 മാസം പ്രായമുള്ള ഒരു ആൺകുഞ്ഞ് മരിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കർണാടക ഗുണ്ടൽപേട്ട് താലൂക്കിലെ ആനന്ദ ശുഭ ദമ്പതികളുടെ മകനാണ് മരിച്ചത്. ഗുണ്ടൽപേട്ടിലെ ബൊമ്മലപുര പ്രൈമറി ഹെൽത്ത് സെന്ററിൽ വെച്ചാണ് കുഞ്ഞിന് കാതുകുത്തിയത്. അനസ്തേഷ്യ നൽകി കാതുകുത്തുന്നതിനിടെ കുഞ്ഞിന് ബോധം പോവുകയായിരുന്നു. ഉടൻ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അനസ്തേഷ്യ നൽകിയതിലെ വീഴ്ചയാണ് മരണകാരണമെന്ന് മാതാപിതാക്കൾ ആരോപിച്ചു. ഡോക്ടറെ പുറത്താക്കണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നാണ് അവർ ആവശ്യപ്പെട്ടു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് അധികൃതർ. അതുപോലെ മറ്റൊരു വീഴ്ചയും ഞെട്ടിച്ചിരിക്കുകയാണ്. കർണാടകയിലെ ആശുപത്രിയിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരു 7 വയസ്സുകാരനാണ് ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയ 7 വയസ്സുകാരന്റെ മുറിവിൽ തുന്നലിടുന്നതിന് പകരം ഫെവിക്വിക് പശ കൊണ്ട് ഒട്ടിച്ചെന്ന പരാതിയിൽ നഴ്സിനെതിരെ കടുത്ത നടപടിയെടുത്തിരിക്കുകയാണ്. കർണാടക സർക്കാർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. നേരത്തെ നഴ്സിനെ സ്ഥലം മാറ്റിയ നടപടി വിവാദമായിരുന്നു. സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരം മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവാദമില്ലാത്ത പശയായ ഫെവിക്വിക് ദ്രാവകം കുട്ടിയുടെ ചികിത്സയ്ക്ക് ഉപയോഗിച്ചത് നടപടിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഹവേരി ജില്ലയിലെ ഹനഗൽ താലൂക്കിലുള്ള ആഡൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ജനുവരി 14 പരാതിക്ക് ആസ്പദമായ സംഭവം നടന്നത്. ആദ്യം തന്നെ പ്രാഥമിക അന്വേഷണം നടത്തി നഴ്സിന്റെ ഭാഗത്തു നിന്നും വീഴ്ച നടന്നതായി കണ്ടെത്തിയിരുന്നു. കവിളിലേറ്റ ആഴത്തിലുള്ള മുറിവുമായാണ് 7 വയസ്സുകാരൻ ഗുരു കിഷൻ അന്നപ്പ മാതാപിതാക്കൾ ഹെൽത്ത് സെന്ററിൽ കൊണ്ടുവന്നത്. പക്ഷേ മുറിവിൽ തുന്നലിട്ടാൽ മുഖത്തെ മാറാത്ത പാടുണ്ടാവുമെന്ന് പറഞ്ഞ് നഴ്സ് ഫെവിക്വിക് ഉപയോഗിച്ച് ഒട്ടിച്ചു. ആശങ്ക അറിയിച്ച മാതാപിതാക്കളോട് താൻ വർഷങ്ങളായി ഇത് ചെയ്യുന്നതാണെന്നും നഴ്സ് പറഞ്ഞു. കുട്ടിയുടെ മാതാപിതാക്കൾ ഇത് മൊബൈൽ ഫോണിൽ പകർത്തിയതാണ് നടപടിക്ക് വഴിവെച്ചത്. പിന്നീട് ഈ വീഡിയോ സഹിതം ഇവർ ഔദ്യോഗികമായി പരാതി നൽകുകയും ചെയ്തു. സസ്പെൻഷന് പകരം നഴ്സിനെ അതേ ജില്ലയിലെ മറ്റൊരു ആശുപത്രിയിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് ഫെബ്രുവരി 3 ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. ഇത് കൂടുതൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. കുട്ടിക്ക് പിന്നീട് ചികിത്സ ലഭ്യമാക്കി. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയതായി അധികൃതർ വ്യക്തമാക്കി.